ഖിലാഫത്ത് രണ്ടാളുകളിൽ, പ്രവാചകന് ശേഷം രണ്ടാളുകളിൽ മാത്രമേ ശരിയാവണ്ണം നിലനിന്നുള്ളൂ. മറ്റതൊക്കെ ആരോപണ വിധേയമായിരുന്നു എന്ന് പറയേണ്ടി വരും. അതിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ എന്നെനിക്കറിഞ്ഞൂടൂ, അള്ളാഹു പുറത്തു വരട്ടെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ. പക്ഷേ സത്യസന്ധമായൊരു ചരിത്രകാരൻ എന്നുള്ള നിലക്ക് പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് പറയേണ്ടി വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആധാര പ്രമാണങ്ങളിൽപ്പെട്ടതാണ് എങ്കിൽ അതിൻ്റെ നിഷേധമാണ് ഈ സംഭവം. ഈ ഖിലാഫത്ത് നശിച്ചു പോയത്. പിന്നെ ഉണ്ടായ ഖിലാഫത്തൊക്കെ ശരിക്കും മോക്കറിയത്. അത് ശരിയായ ഖിലാഫത്താണെന്ന് പറഞ്ഞാൽ അത് ആരും അവകാശപ്പെടില്ല അത് ശരിയായ ഖിലാഫത്തായിരുന്നുകൊണ്ട്. എന്താണ് പിന്നെ ഉണ്ടായിരുന്നത്? ഒരു സമാധാനം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു ബയ്യത്ത്, പേരിനൊരു ബയ്യത്ത് നിലനിന്നിരുന്നു. പിന്നെ ഭരണകൂടം എന്തായാലും ശരി, നിയമങ്ങൾ ഇസ്ലാമിൻ്റേതായിരുന്നു. ഇത് രണ്ടാണ് അത് ഖിലാഫത്താണെന്ന് പറയാൻ നമ്മളെ അല്പമെങ്കിലും പ്രേരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ. നിയമങ്ങൾ, ഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നിയമങ്ങൾ ഇസ്ലാമികമായിരുന്നു. പിന്നെ ബയ്യത്തുണ്ടായിരുന്നു. ബാക്കിയൊക്കെ തന്നെ ഇസ്ലാമികമായ ഖിലാഫത്തിന് പുറത്തുള്ള കാര്യങ്ങളായി. പക്ഷെ അതും വരാൻ വയ്യല്ലോ. അപ്പോൾ അത് വന്നുകൂടാ. അപ്പോൾ ഇസ്ലാമിൻ്റെ ആധാര പ്രമാണമായ കാര്യമാണ് രാഷ്ട്രീയം എന്ന് വരുന്നത് ചരിത്രത്തിനെതിരാണ്, ചരിത്രത്തിലെ ഈ യാഥാർത്ഥ്യങ്ങൾക്കെതിരാണ്. ഇനി വേറൊരു ഭാഗത്ത് കൂടെ പരിശോധിച്ച് നോക്കുക. ഇസ്ലാമിൽ മൗദൂദി സാഹിബ് തന്നെ അത് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾ 1000 കൊല്ലം വയത് പറഞ്ഞാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിമിഷ നേരങ്ങളെ കൊണ്ട് അംറു ബിൽ മഅറൂഫ് നടപ്പാക്കാൻ കഴിയും. അങ്ങനെ ആ രീതിയിലല്ല, അദ്ദേഹത്തിൻ്റെ വാക്കല്ല ഞാൻ ഉദ്ധരിച്ചത്, ആ ആശയം അദ്ദേഹം ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഭരണകൂടം ഇസ്ലാമികമായ അത് രാഷ്ട്രീയം ഇസ്ലാമികമായി കഴിഞ്ഞാൽ മറ്റെല്ലാ ഘടനകളും സ്വാഭാവികമായും ഇസ്ലാമികമാകും. അതാണ് ആ വാദത്തിൻ്റെ പൊരുൾ. നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ, ലോജിക്കിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് അതിന് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അത് ശരിയാണോ? അത് ഇസ്ലാമിൻ്റെ തന്നെ കാഴ്ചപ്പാട് നേരെ എതിരല്ലേ. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? ഒരു മനുഷ്യൻ്റെ മനസ്സാണ് നന്നാവേണ്ടത്. മനസ്സിൽ നിന്നാണ് പരിവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. മനപരിവർത്തനത്തിൽ നിന്നാണ് പിന്നീട് ഭൗതിക പരിവർത്തനം ഉണ്ടാവേണ്ടത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ മുഴുവൻ സാക്ഷിയാണല്ലോ ഈ നമ്മളെ മക്കിയായ ആയത്തുകൾ ബഹുഭൂരിഭാഗവും വ്യക്തിയെ സംബോധന ചെയ്യുന്ന, അല്ലേ? വ്യക്തിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. വ്യക്തിയെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ മനസ്സ് ശുദ്ധീകരിക്കണം. മനസ്സ് ശുദ്ധീകരിച്ച് അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സാമൂഹികമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളും വരുന്നത് മദീന ജീവിതത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇതിന് നേരെ വിരുദ്ധമാണ് മൗദൂദി സാഹിബിൻ്റെ ഈ വാദം. രാഷ്ട്രീയമാണ് ഇസ്ലാമികവൽക്കരിച്ച്, ഭരണമാണ് ഇസ്ലാമികമായി, നിയമമൊക്കെയാണ് ഇസ്ലാമികമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ താനെ നന്നായിക്കോളും. ഒന്നത് പ്രായോഗികമായി തന്നെ പിന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അത് അബദ്ധമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ക്രൂരമായി ശിക്ഷ നടപ്പാക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടാവും? ചൈന ഒഴിച്ച്. ഈ രണ്ട് രാജ്യങ്ങളിൽ, ചൈനയിലും സൗദി അറേബ്യയിലും ഇടയ്ക്കിടയ്ക്ക് ആളുകൾക്ക് ശിക്ഷ നടപ്പാക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ എന്ന് എണ്ണപ്പെട്ടത് കഠിനമായ ശിക്ഷക്കാണ് വിധിയാക്കുന്നത്. തല വെട്ടലൊന്നും ഒരു രാജ്യത്തുമില്ല. തല ഒരു മനുഷ്യൻ്റെ കുനിഞ്ഞു നിന്നിട്ട് തലയാണ്ട് വെട്ടിക്കൊടുക്കുക.
ആലോചിച്ചൊക്കെ അതിൻ്റെ ഒരു ഭീകരത അതുപോലും മനുഷ്യനെ പേടിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം അതല്ലേ. തലവെട്ടൽ ഇപ്പം എനിക്കറിയാവുന്ന ഒരാളെ തല വെട്ടിക്കുന്നത് അയാൾ ഡ്രഗുകളെ കടത്ത് നടത്തിയതാണ്. അയാളല്ലേ ചെയ്താൽ വേറെ ആളെ പറ്റിച്ചോന്നല്ല. പറ്റിച്ചുകൊണ്ട് തല വെട്ടിയ എത്ര ആളുകൾ വേറെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് പറ്റിച്ചല്ല, അത് ഇയാൾ ചെയ്ത് തന്നെ തല വെട്ടി. എന്നിട്ട് അതിൻ്റെ ശേഷം അതിപ്പോൾ ഒരു 8-10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, 10-15 കൊല്ലം ഉണ്ടാവും. അതിന് ശേഷം എത്രയോ ആളുകളെ തലവെട്ടി, എത്രയോ ഡ്രഗുകളൊക്കെ എടുത്ത് നടത്തി ആളുകൾ. അറിയാത്തതുകൊണ്ടല്ലോ. ശിക്ഷാഭീതി ഒരു കണക്കിന് കുറ്റകൃത്യങ്ങളെ തടയാൻ സഹായിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ ശിക്ഷാഭീതിയായാലും നിയമത്തിൻ്റെ ശാക്തീകരണമായാലും അതിലൊക്കെ ഉപരി മനുഷ്യനെ നന്നാക്കാനുള്ള ഏക മാർഗം ഇസ്ലാം നിർദ്ദേശിച്ചത് മനസ്സിൻ്റെ പരിവർത്തനം തന്നെയാണ്. അത് മൗദൂദ് സാഹിബ് പറയുന്നതല്ല ശരി. ഇസ്ലാം അത് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയം ഇസ്ലാമികമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു യുക്തി മാത്രമാണ്. സത്യത്തിൽ അതല്ല. മനുഷ്യൻ്റെ മനസ്സ് പരിവർത്തിക്കപ്പെടും. മനസ്സ് പരിവർത്തിക്കപ്പെടുമ്പോൾ മനസ്സിൽ പരിവർത്തനം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ പരിവർത്തനം ഉണ്ടാകും. അങ്ങനെ സമൂഹത്തിലും പരിവർത്തനം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? ഇപ്പോൾ മദീനയിൽ കള്ള് നിരോധിച്ചപ്പോൾ അതിൻ്റെ നിരോധത്തിൻ്റെ കൂടെ ശിക്ഷാവിധി ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടായല്ലോ ഒരു ശിക്ഷാവിധിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരു ശിക്ഷാവിധി കള്ള് കുടിച്ചാൽ ഇന്ന ശിക്ഷ ഉണ്ടാവും അങ്ങനെ കേട്ടിട്ടില്ല. നിരോധിച്ചു എന്ന് കേട്ടപ്പോഴേക്ക് കള്ള് ചാരിട്ടൊഴുകിയ മദീനയുടെ തെരുവുകളിലൂടെ. എന്താ കാര്യം? മനസ്സാണ് പ്രശ്നം. മനസ്സ് നന്നായി കഴിഞ്ഞാൽ അവിടെ നിയമത്തിന് പ്രസക്തിയില്ല. നിയമം പിന്നെ പേരിനൊക്കെ ഉണ്ടായാൽ മതി. അപ്പം മനസ്സിനെ നന്നാക്കൽ തന്നെയാണ് പ്രധാനം. രാഷ്ട്രീയ ഘടന മാറിയതുകൊണ്ട് സമൂഹത്തിൻ്റെ മറ്റു ഘടനകൾക്ക് ഒന്നും സംഭവിക്കില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാടാണ്. സമ്പദ്ഘടന മാറിയാൽ മറ്റു ഘടനകൾ, മതം, അതുപോലെ തന്നെ ഫിലോസഫി പോലെയുള്ള മറ്റു ഘടനകളുണ്ടല്ലോ, കല, അതുപോലെ ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു ഘടനകളൊക്കെ ഉണ്ടല്ലോ, ആ ഘടനകളൊക്കെ മാറും. സമ്പദ്ഘടന മാറിയാൽ മതി എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാടിൻ്റെ പാരഡിയാണ് രാഷ്ട്രീയം മാറിയാൽ മതി എന്നാൽ മനുഷ്യൻ്റെ മറ്റു ഘടനകളൊക്കെ മാറും എന്ന മോദി സാഹിബിൻ്റെ കാഴ്ചപ്പാട്. അതിന് പിൻബലമില്ല, അതിന് ശാസ്ത്രീയമായ പിൻബലമില്ല, അനുഭവമില്ല, ഒരനുഭവമില്ല. എവിടെ അനുഭവമുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, സൗദി അറേബ്യയിലും ഈ ശക്തമായ നിയമനിർമ്മാണമൊക്കെ ഉണ്ടായിട്ട് അവിടെ നടക്കുന്നതിൻ്റെ 1% പോലും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. എനിക്കറിയാം, കള്ള് കാച്ചുന്ന എൻ്റെ നാട്ടുകാരുണ്ട് അവിടെ. കള്ള് കാച്ചി ട്യൂബിലാക്കി കൊണ്ടുപോയി മക്കത്ത് കൊണ്ടുപോയി വിൽക്കുന്ന, മക്കത്തോ മദീനത്തോ എവിടെ കൊണ്ടുപോയി വിൽക്കുന്ന ധാരാളം ആളുകൾ. അവരാണ് വിരൽ പിന്നെ ഫോർച്യൂണർ വണ്ടിയൊക്കെ ആയിട്ടാണ്. ധാരാളം ആളുകളുണ്ടാണ്. ആര് പറഞ്ഞു നിയമശക്തിയായാൽ മനുഷ്യൻ നന്നാവുന്നു? ഇല്ല എന്നുള്ളതിന് തെളിവ് ഞാനും എൻ്റെ നാട്ടുകാരും തന്നെ. ഞാനിവരെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. നന്നാവില്ല, വെറുതെ പറയാൻ. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ്. രാഷ്ട്രീയ ഘടന മാറിയാൽ മറ്റു ഘടനകളൊക്കെ അതിനനുസരിച്ച് മാറും എന്നുള്ള രീതിയിലാണ്. അത് മാറില്ല. രാഷ്ട്രീയ ഘടന മാറിയത് കൊണ്ട് മറ്റു ഘടനകൾ മാറില്ല. മറ്റു ഘടനകൾ മാറണമെങ്കിൽ മനസ്സിന് തന്നെ മാറ്റം വേണം. അപ്പോൾ ഈ രണ്ട് കാര്യം, ഞാൻ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല. അപ്പോൾ മതേതരത്വം ജനാധിപത്യമൊക്കെ പറയേണ്ടി വരും. അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ കൊടുക്കും. കാരണം പറഞ്ഞിടത്തല്ല അവരുള്ളത്. അപ്പം മതേതരത്വം മധു സാഹിബ് മതേതരത്വം മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ മധു സാഹിബിൻ്റെ അനുയായികൾ മതേതരത്വം നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തെ മധു സാഹിബ് പറഞ്ഞിക്കണോ ഇല്ല എന്നുള്ള സംശയത്തിന് അതിലേക്ക് പോകണ്ട, അതിലേക്കൊന്നും പോകണ്ട. ഇതിൻ്റെ അടിസ്ഥാനപരമായ 2 തകരാറുകൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, ചരിത്രത്തിനെതിരാണ് ഈ വാദം. ചരിത്രത്തിന് അനുകൂലമായിരുന്നുവെങ്കിൽ
ഇസ്ലാമിക ഖിലാഫത്ത് വെറും രണ്ടാളുകളിൽ മാത്രം അതിൻ്റെ ശോഭ പലർത്തി അവസാനിക്കൂലായിരുന്നു. അപ്പോൾ ചരിത്രത്തിനെതിരാണ് ഈ വാദം. ഒരു സത്യം ചരിത്രത്തിന് ഒരിക്കലും എതിരാവില്ല. ചരിത്രത്തിൻ്റെ ഒരു നിയമം അതല്ലേ, ഒരു സത്യം ചരിത്രത്തിന് ഒരിക്കലും എതിരാവുകയില്ല. ഏത് സത്യമായാലും ചരിത്രത്തിന് ഒരിക്കലും എതിരാവുകയില്ല. അത് ചരിത്രത്തിന് അനുകൂലമായിട്ടുണ്ടാവും. മറ്റത് രണ്ടാമത് ഞാൻ പറഞ്ഞത്, അതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ്റെ സൈക്കോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ കൂടുതൽ ശരിയാവാൻ സാധ്യത കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാട്. കാരണം മനുഷ്യൻ്റെ ചേഷ്ടകളും ശീലങ്ങളും മനുഷ്യൻ്റെ സ്വഭാവമൊക്കെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് സമ്പദ്ഘടനയാണ്, സമ്പത്താണ്. ആ സമ്പദ്ഘടന മാറിയാൽ ഒന്നും മാറുന്ന സോവിയറ്റ് യൂണിയൻ 70 കൊല്ലക്കാലം സമ്പദ്ഘടന മാറ്റിയിട്ട് ആ നാടിനെ ശരിയാക്കാനുള്ള ശ്രമം നടത്തി. ഇല്ലല്ലോ, ആയില്ല എന്ന് മാത്രമല്ല, ആ മാറ്റിയ സമ്പദ്ഘടന പിന്നെ ഈ ഉരലിട്ടിടിച്ച ധൂളിമാതിരി പാറിപ്പോവാണ് ചെയ്തത്. എവിടെ പോയത് കണ്ടാലും അവസാനം തോൽപ്പിച്ചു. അതിനെ 30% ഭൂമിയിൽ നിന്ന് 30% ഭൂമിയാണ് അവർ പ്രൈവറ്റൈസേഷൻ കൊടുത്തത്. ആ ഭൂമിയിൽ നിന്ന് 90% ഉൽപ്പാദനം ഉണ്ടായപ്പോൾ ബാക്കി 70% ഭൂമിയിൽ നിന്ന് 10% ഉൽപ്പാദനം ഉണ്ടായത്. സമ്പദ്ഘടന മാറിയാൽ എല്ലാം മാറുമെന്ന് പറഞ്ഞ വാദത്തിനെ തോൽപ്പിച്ച രീതിയാണ്. ഒന്നും മാറില്ല, സമ്പദ്ഘടന മാറിയാൽ ഒന്നും മാറില്ല എന്ന് സോവിയറ്റ് യൂണിയൻ സാക്ഷി. അതിലേറെ ദുർബലമായ വാദമാണ് രാഷ്ട്രീയ ഘടന മാറിയാൽ മറ്റ് സമൂഹത്തിൻ്റെ മറ്റു ഘടനകൾ മാറുമെന്ന് എൻ്റെ വാദം, മൗദൂദി സാഹിബിൻ്റെ വാദം. അതൊരു പിൻബലമില്ലാത്ത വാദമാണ്. സമ്പദ്ഘടന ചരിത്രത്തിൽ ഒട്ടേറെ സമ്പദ്ഘടനക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. നമ്മൾ പോലും മാർക്സിയൻ ചരിത്ര വീക്ഷണത്തെ ചില സമയത്ത് സ്വീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും സ്വീകരിക്കുന്നത് കാരണം സമ്പദ്ഘടനയ്ക്ക് അത് കൊടുത്ത ഊന്നലാണ്. സമ്പദ്ഘടന മാറുന്നതോടെ സമൂഹത്തിൽ ചില പരിവർത്തനങ്ങളുണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ രാഷ്ട്രീയ ഘടന മാറുന്നതോടുകൂടി പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന ആദ്യത്തെ ആ തെളിവിൻ്റെ ബാക്കി പത്രം ഞാൻ പറഞ്ഞത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മരണശേഷം 12 കൊല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും 12 കൊല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെയും അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെയും കാലഘട്ടം. അപ്പോൾ അതൊരിക്കലും മാറുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇസ്ലാമിക രാഷ്ട്രീയം. ഇപ്പോൾ ഞാൻ സമർപ്പിക്കാം. ഈ 3 ധാരകളാണ് ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രീയ രംഗത്ത് വന്നത്. അതൊന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മുസ്ലിം ലീഗിനെ കുറിച്ച്. മറ്റൊന്ന് മൗലാന അബുൽ കലാം ആസാദിയമായ കാഴ്ചപ്പാടാണ്. അതതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. അത് വന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൽ നിന്നാണ്. മുഹമ്മദ് അബ്ദുവിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാർവജനീനമായ സഹവർത്തിത്വം എന്ന ആശയത്തിൽ നിന്നാണ് അല്ലാമ ഷുബിലി നുമാനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കണ്ടെടുക്കുന്നത്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയിൽ ദേശീയ മുസ്ലിം കാഴ്ചപ്പാട് എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരുന്നത്. ആ കാഴ്ചപ്പാട് ഏറ്റവും അവസാനത്തെ വിശകലനത്തിൽ എത്തി നിൽക്കുന്നത് എവിടെയെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനിതിനെ ആവർത്തിക്കുന്നില്ല. അത് അങ്ങേയറ്റം പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ മുമ്പിൽ നിന്ന് ആളുകൾ പോലും ഇന്ന് ഓർക്കപ്പെടുന്നില്ല. മറ്റുള്ള ആളുകളൊക്കെ ഓർക്കപ്പെടുന്നത് ജിന്നാ സാഹിബിനെ കുറിച്ചൊക്കെ ഓരോ വർഷവും ഡസൻ കണക്കിന് പുസ്തകങ്ങൾ. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ AK അബ്ദുൽ മജീദ് എഴുതിയ ഒന്ന്, പിന്നെ ഫാത്തിമ ജിന്നയുടെ ഒരു പുസ്തകം, പിന്നെ വേറെ ജിന്ന എന്ന് പറഞ്ഞൊരു കഥ ഇപ്പോൾ അടുത്തിറങ്ങിയതാണ് ജിന്ന സാഹിബിനെ കുറിച്ച് മലയാളത്തിൽ. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വേറൊരു പുസ്തകമുണ്ട് ജിന്ന, ഇംഗ്ലീഷിൽ കണക്കും കഴിയില്ലാതെ ഇറങ്ങുന്നുണ്ട്. അതേസമയത്ത് മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് ഒരു പുസ്തകം, ഒറ്റ പുസ്തകം
കാര്യമായൊരു കേന്ദ്രത്തിൽ നിന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ആദരിക്കുന്നൊരു വ്യക്തിയാണ് ആസാദ്. അങ്ങനെ അവഗണിക്കപ്പെട്ടൊരു വ്യക്തിയല്ല ആസാദ്. അദ്ദേഹത്തിൻ്റെ മറ്റു സിദ്ധികൾ വെച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇമാമുൽ ഹിന്ദ് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നു. തീർച്ചയായും ചില കാര്യങ്ങളിലെങ്കിലും അദ്ദേഹം ഇമാമുൽ ഹിന്ദ് തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരാളിങ്ങനെ അവഗണിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വിഷമമുണ്ട്. ആ അവഗണനയ്ക്ക് പ്രധാനമായ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് തിരോഭവിച്ചതാണ്. പിന്നെ മൂന്നാമത്തത് മൗദൂദ് സാഹിബിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. അതിലെൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള വിയോജനം ഞാൻ അതെ എൻ്റെ വിയോജനം ഞാൻ രേഖപ്പെടുത്തുകയും ഈ വാക്കുകൾ കേട്ടുന്ന നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ആയുധങ്ങളിലേക്ക് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം എന്തുകൊണ്ട് കാശ്മീരിന് ഇന്ത്യയിൽ തന്നെ തുടരണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു എന്നതിന് ഉപോത്ബലകമായി പറഞ്ഞിട്ടുള്ളത് കാശ്മീർ കൂടി ഇന്ത്യയോടൊപ്പം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതൽ ജനസംഖ്യ വരികയും അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു ശക്തിയായി മാറുകയും ചെയ്യുമെന്ന് ആയുധങ്ങളിൽ പറഞ്ഞു. പലപ്പോഴും ആസാദ് അത്തരത്തിലുള്ള ഒരു വാദത്തിലെ ആയിരുന്നോ എന്നുള്ള സംശയം. അതുപോലെ തന്നെ ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയെയും സർ സയ്യിദിനെയും ഒക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ റഷീദ് റിള എന്ന് പറയുന്ന ഒരാളും കൂടി ഇതിന് ചർച്ച ചെയ്യേണ്ടിയിരുന്നു. മൗലാന ആസാദിന്റെ എല്ലാ കാര്യത്തിലും മൗലാന ആസാദും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വേറിട്ട് സംഘടിക്കണോ വേണ്ടേ എന്നുള്ളത് മാത്രമാണ്. മറ്റേ കാര്യങ്ങളിലൊന്നും ആസാദുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആസാദ് ഇസ്ലാമിന് വേണ്ടിയാണ് കോൺഗ്രസ് ചേർന്നത്. ഇസ്ലാമിൻ്റെ സുരക്ഷിതത്വം ഇന്ത്യയിൽ ഉറപ്പാക്കാൻ കോൺഗ്രസ് പോലുള്ളൊരു സംഘടനയാണ് നല്ലത് എന്നായിരുന്നു ആസാദിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് NP മുഹമ്മദ് മൗലാന ആസാദിനെ സെക്യുലർ കമ്മ്യൂണലിസ്റ്റ് എന്ന് വിളിച്ചത്. NP മുഹമ്മദ് ഒരിക്കൽ വിളിച്ചതാണ്, സെക്യുലർ കമ്മ്യൂണലിസ്റ്റാണ്. ജിന്ന സാഹിബിനെ എന്തെയ്യുന്നു, കമ്മ്യൂണൽ സെക്യുലറിസ്റ്റ് എന്ന് ജിന്ന സാഹിബിനെയും വിളിച്ചു. ഇപ്പോൾ സെക്യുലർ കമ്മ്യൂണലിസ്റ്റാണ് ആസാദ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം അതായിരുന്നു, ആസാദ് കോൺഗ്രസ് ചേർന്നത് മുസ്ലിം സമുദായത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. ആ കാര്യങ്ങളിലൊന്നും തന്നെ മുസ്ലിം ലീഗിന് ആസാദുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെ പോളിസി ആയിരുന്നല്ലോ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്നുള്ളത്. അപ്പം അത് ന്യായീകരിച്ചപ്പോൾ അതിങ്ങനെ പറഞ്ഞതാണ്. പിന്നെ റഷീദിലുള്ള സത്യത്തിൽ അദ്ദേഹം മതപരമായ രംഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ള ഒരാളാണ്. റഷീദിലുള്ള ഈ ഇതിൽ ചർച്ച വരുന്നില്ല. മുഹമ്മദ് അദ്വ എന്ന രാഷ്ട്രീയത്തിൽ സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരുന്നതും പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ കൂടെ ഉസ്വത്തുൽ ഉർഹ എന്ന് പറഞ്ഞൊരു പത്രം നടത്തിയിരുന്നതൊക്കെ മുഹമ്മദ് അദ്വ ആയിരുന്നു. റഷീദുള്ള തഫ്സീർ എഴുതിയിട്ടുണ്ട്, കുറേ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തഫ്സീറുള്ള വേറൊരു വ്യത്യാസം എന്താ വെച്ചാൽ റഷീദിലുള്ള ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. എന്താ അത് മതത്തിൽ പൊളിറ്റിക്സ് അവർ അതിൻ്റെ പിന്തുണ തരാം. ഇപ്പോൾ കാരി മുഹമ്മദ് തയ്യബ് ദൈവബന്ധിൻ്റെ റക്ടറായിരുന്ന കാരി മുഹമ്മദ് തയ്യബ് ലീഗ് തന്നെയായിരുന്നു. പിന്നെ ഷബീർ ഉസ്മാനി പാകിസ്ഥാനിലിപ്പോൾ ഉള്ള ജമിയത്തുൽ ഉലമാ ഇസ്ലാമിൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഷബീർ മുഹമ്മദ് ഉസ്മാനിയാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. ആളുണ്ടായിരുന്നു. അത് ഒരിക്കൽ പറ്റിയത് ഇനി രണ്ടാമത് ആവർത്തിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും.